പക്ഷെ പ്രിയനോട് നീ ചെയ്ത ദുഷ്ടതരങ്ങൾക്ക് നിനക്ക് എന്ത് സമാധാനം പറയാനുള്ളത്? അപകടത്തിലേക്കാണ് നിന്റെ പോക്കെന്ന് നിന്നോട് പറയാൻ അയാൾ എത്ര തവണ ഇവിടെ വന്നെന്നറിയോ? അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ മനസ്സെങ്കിലും കാണിച്ചോ? പ്രിയൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇന്നീ അവസ്ഥ വരുമായിരുന്നോ? പക്ഷെ നിന്റെ കാര്യം നോക്കാൻ നിനക്കറിയാന്നും പറഞ്ഞ് നീ അയാളെ ആട്ടിപ്പായിക്കേ ചെയ്തത്. അയാൾ നിനക്ക് വേണ്ടി ചെയ്ത സഹായങ്ങളെല്ലാം ഏതോ ഗന്ധർവന് വേണ്ടി നീ മറന്നു കളഞ്ഞു. എന്നിട്ടും അയാൾ നിന്നെ കൈവിട്ടില്ല. അതാ അയാളുടെ മനസ്സ്. നിന്നെ ചതിക്കാനാ ആ ഗന്ധർവൻ പ്ലാൻ ചെയ്തതെന്ന് അറിഞ്ഞപ്പോ നിന്നെ രക്ഷിക്കാനുള്ള പരക്കം പാച്ചില്ലായിരുന്നു അയാള്. പക്ഷെ നീ അതൊന്നും അറിഞ്ഞില്ല. അയാൾ അങ്ങനെ പരക്കം പാഞ്ഞതുകൊണ്ടാ നീ ഒരു കോട്ടവും പറ്റാതെ ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നെ. പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നീ ഒരു ദുസ്വപ്നം കണ്ടതാണെന്നങ്ങ് കരുതിയാ മതി. ഇനി മുതല് നീ ഒരു പുതിയ പാർവതിയായിരിക്കണം. പറ്റിപ്പോയ തെറ്റിൽ നിന്ന് പാഠം പഠിച്ച ഒരു പുതിയ പാർവതി. ഗന്ധർവനെ കുറിച്ചുള്ള ഓരോ ഓർമ്മ പോലും ഇനി നിന്റെ ഈ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഗന്ധർവൻ എന്നെ ചതച്ചിട്ടില്ല ജെനിഫർ. നന്ദനല്ല ഗന്ധർവൻ. ഞാൻ ഗന്ധർവനെ സ്നേഹിക്കുന്ന കണ്ട് ആ പേരും പറഞ്ഞ് അവൻ എന്റെ മുന്നിൽ അഭിനയിച്ചതാ. എന്നെയും നിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് ഗന്ധർവനല്ല, അവനാ. നിങ്ങളെയും പ്രിയൻചേട്ടനെയൊന്നും ഞാൻ വെറുത്തിട്ടില്ല. നിങ്ങളൊക്കെ വെറുക്കാൻ എനിക്ക് കഴിയോ? എല്ലാം ആ നന്ദൻ കാരണ. ഗന്ധർവനായിട്ട് അഭിനയിച്ച് അവൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു. ഗന്ധർവൻ എന്നെ വെറുത്താലോന്ന് ഞാൻ പേടിച്ചു. ഗന്ധർവൻ എന്നിൽ നിന്നും അകന്നു പോയാലോ എന്ന് പേടിച്ചു. പ്രിയൻചേട്ടനോട് അടുപ്പം കാണിക്കരുതെന്നും ഗന്ധർവനുമായിട്ടുള്ള അടുപ്പം നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കണമെന്നും അവൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാത്തോണ്ടൊന്നും ആയിരുന്നില്ല. നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെട്ടത് നിങ്ങൾക്കറിയൂ. അതോർത്ത് ഞാൻ മാറി നിന്ന് കരഞ്ഞത് നിങ്ങൾക്കറിയില്ല. പ്രിയൻചേട്ടനെ ഞാൻ അവഗണിച്ചതും തള്ളി പറഞ്ഞതും മാത്രമേ നിങ്ങൾക്കറിയൂ. മനസ്സുകൊണ്ട് ഞാൻ പ്രിയൻചേട്ടന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല. ഞാൻ ആ ഗന്ധർവനെന്നും പറഞ്ഞ് ആ നന്ദൻ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ എന്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു, പാറു, നീ സ്നേഹിക്കുന്ന നിന്റെ ഗന്ധർവൻ ഇതല്ലാന്ന്. അവനോട് എനിക്ക് ഒരടുപ്പവും തോന്നിയില്ല. അവനിൽ നിന്നും അകന്നു മാറാനാ എനിക്ക് തോന്നിയത്. ദൈവം തോന്നിപ്പിച്ചതായിരിക്കും. അവൻ എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചപ്പോ വീട്ടുകാര് പോലും അറിയാതെ കല്യാണം കഴിക്കണമെന്ന് അവൻ പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി അവനല്ല ഗന്ധർവനെന്ന്. കാരണം ഞാൻ സ്നേഹിക്കുന്ന ഗന്ധർവന് എന്റെ മനസ്സറിയാം. വീട്ടുകാരെ ചതിച്ചോണ്ട് ഞാൻ കല്യാണത്തിന് തയ്യാറാവില്ല എന്ന് എന്റെ ഗന്ധർവൻ അറിയാം. എന്നെ ചതിക്കാനാ നന്ദന്റെ ശ്രമമെന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായത്. ഇതൊന്നും നിങ്ങളോട് തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തല്ലേ ചെയ്യാ. നന്ദന്റെ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി കല്യാണ പെണ്ണിനെ പോലെ ഞാൻ അവന്റെ മുന്നിലേക്ക് ചെന്നു. നിങ്ങളോട് പറയാതിരുന്നതും ഞാൻ ഈ ചെയ്തതും എല്ലാം തെറ്റ് തന്നെയാ. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാലിൽ വീട് മാപ്പ് പറയാം. നീ ഞങ്ങളോട് മാപ്പ് പറയുന്നു വേണ്ട. ഇനിയെങ്കിലും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോ 100 വട്ടമെങ്കിലും ആലോചിക്കണം. ഇതുപോലെ കരയാനും കാലിൽ വീണ് മാപ്പ് പറയാനുള്ള അവസ്ഥ വരുത്തി വെക്കരുത്. ഇവൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഗന്ധർവനാണെന്ന് പറഞ്ഞു വന്ന നന്ദനോട് ഇവൾക്കിപ്പോ വെറുപ്പ. നന്ദനോട് മാത്രം. പക്ഷെ ഗന്ധർവനോട്
ഇവൾക്ക് എപ്പോഴും സ്നേഹം തന്നെയാ. ആ ഗന്ധർവനെയും നീ വിശ്വസിക്കാൻ പാടില്ല പാറു. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അയാള് നിന്റെ മുന്നിൽ വന്നില്ലല്ലോ. നിന്റെ മുന്നിൽ വന്ന് ഞാനാണ് ശരിയായ ഗന്ധർവനെന്ന് അയാൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നീ ഈ കുഴപ്പത്തിലൊക്കെ ചെന്ന് ചാടുമായിരുന്നോ? അങ്ങനെയുള്ളവരെയൊന്നും വിശ്വസിക്കാൻ പാടില്ല. നിന്നെ ചതിക്കാൻ തന്നെയായിരിക്കും അയാളും ഈ നാടകം കളിക്കുന്നത്. പാറു, ഇനി നിന്റെ ഈ ജീവിതത്തില് ഒരു ഗന്ധർവനും ഉണ്ടാവാൻ പാടില്ല. നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ട്. ആ ഗന്ധർവന്റെ സഹായം ഇനി നിനക്ക് ആവശ്യമില്ല. ഈ നിമിഷം മുതല് നിന്റെ മനസ്സിൽ അയാൾക്ക് ഒരു സ്ഥാനം ഉണ്ടാവരുത്. ഇനി നമുക്കിടയില് ഒരു രഹസ്യം ഉണ്ടാവരുത്. നമുക്കിടയിൽ ഇനി ഒരു ഒളിവും മറവും ഉണ്ടാവരുത്. നമ്മൾ 4 പേരും പരസ്പരം കയ്യിൽ കൈവച്ച് സത്യം ചെയ്യണം. ചെയ്, സത്യം ചെയ്യ് പാറു, ചെയ്യ്.